എൻ്റെ പേര് അനശ്വര. AP സ്കൂൾ ശ്രീകൃഷ്ണപുരത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അധ്യാത്മരാമായണം അയോധ്യ കാണ്ഡം വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവു തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിനെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. വേദമെന്നകലെ കളഞ്ഞിനു ഞങ്ങളെ സാധനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സഭ്രമം. ശ്രീരാമനും മൈഥിലിക്കനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൽ. പുഷ്കരലോചനാനുജനായ വത്സലൻ ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വത്സലം കയ്യിൽ പിടിച്ചു കൊണ്ടാകുലാൽ. പക്ഷമെന്തുള്ളി എന്നുള്ളതറിയുവാനായി തൽക്ഷണേ ലക്ഷയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കി നാളങ്ങനെ ഞാനിതു ഗാഠമൊടുക്കുന്നതിനുള്ള ചിന്തയാ. മംഗളദേവന താവല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുക്ഷമാം വത്സലം ദിവ്യാംബരോപരി വസിഷ്ഠിച്ചു. സൽക്കരാമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടോരു രാജകാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കിവേ വന്നു ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി. കോപേന ഭക്തിച്ചു കൈകേയി തന്നോടു സഭേന ചൊല്ലിന എന്തിതു തോന്നവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്ത മാനസെ കഷ്ടമോർത്തോളം കഠാരശീലി കേളി. രാമൻ വനത്തിനു പോകണമെന്നല്ലോ താമസശീലി വരത്തെ വരച്ചു. ജാനകി ദേവിക്കു വത്സലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം. ഭക്ത്യപ്രവൃത്തിയാക്കിയ ജാനകി ഭർത്താവിനോടു കൂടി പ്രായണം ചെയ്യേ. സർവാഭരണ വിഭൂഷിത ഗായത്രിയാൽ ദിവ്യാംബരം പൂണ്ടൊരു ഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും ഗമിപ്പിച്ചു സാധകാലം. ഭർതൃശുശ്രൂഷയും ചെയ്തു പരിയാതി ചിത്തശുദ്ധ ചിരിച്ചിടുകെന്നേ വസ്തു. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സമുദ്രരോടവമരുൾ ചെയ്തു. രാജയോഗം ഗതാമാശ്രു വരുത്തുക രാജീവനോത്ര പ്രായണ സത്വരം. ഇത്തമുക്ത രാമ വക്ത്വാ ഭുജം പാർത്തു